നിങ്ങൾ ആലോചിക്കേ, എടാ ഇന്ന് ആകെ ഉള്ളത് ഒരു പെൺകുട്ടിയാ, ടെൻഷനാ, എങ്ങനെ കെട്ടിക്കും ഉസ്താദെ? ആകെ ഉള്ളത് ഒരു പെൺകുട്ടി, രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാ ഒരെണ്ണത്തിനെ കെട്ടിക്കാൻ. എന്നാ നിന്റെ വാപ്പ 5 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനാ? ഈ നിരന്നിരിക്കണ വാപ്പാമാരോട് ചോദിക്കാം, നിനക്ക് 5 പെങ്ങന്മാരുണ്ടായിരുന്നു, നിന്റെ വാപ്പായ്ക്ക് ബാങ്ക് ജോലിയാ, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്നോ? വാപ്പ സൗദി അറേബ്യയിലെ ഭരണാധികാരിയുടെ പി ആയിരുന്നില്ലല്ലോ. നിന്റെ വാപ്പ 5, 6, 8 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനെ? നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടത് എങ്ങനെ? നിങ്ങളുടെ വാപ്പമാര് നല്ല തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ടെ? സ്വർണവും പൈസയും തന്നിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. പിരിവിന് നടന്നിട്ട ഏതെങ്കിലും കമ്മിറ്റി ഓഫീസിൽ പരാതി കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരുന്നിട്ട് കെട്ടിച്ച് അല്ലല്ലോ. എങ്ങനെ പണ്ടുള്ളവരൊക്കെ മക്കളെ കെട്ടിച്ചു വിട്ടു? പണ്ടുള്ളവർ മക്കളെ കെട്ടിച്ചു വിട്ടു. അന്ന് മന്തിയില്ല, മട്ടനില്ല, ഒന്നുമില്ല, തിന്ന വയറ് നിറയുമായിരുന്നു. ഇന്ന് തിന്ന വയറ് നിറയണില്ല. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിൽ പണ്ടൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പണ്ട് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. എന്തേ കാര്യം? തന്റെ മക്കള് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലി നമസ്കരിപ്പിക്കാൻ, തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ഏത് വീടിന്റെ അകത്താണോ ഒരു വാപ്പ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്നത്, അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് മക്കള് തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കാൻ, അവനെ നന്നാക്കാൻ നമ്മുടെ വാപ്പ വീടിന്റെ അകത്ത് ഒരു വടിവെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടായത്. പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടാകാനുള്ള കാരണം തന്റെ മക്കള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ, നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കാൻ നിന്റെ വാപ്പ ഒരു വടിവെട്ടി വീട്ടിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 പെൺമക്കളെ പിരിവെടുക്കാതെ നിന്റെ വാപ്പ കെട്ടിച്ചത്. ആ വാപ്പാടെ മോനായ നീ ഇന്ന് ഒരെണ്ണവേ ഉള്ളൂ, രാവും പകലും കിടന്ന് ഓടുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം വീട്ടിൽ മക്കളെ തല്ലാൻ ഒരു വടിവെട്ടി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് കൈവക്കിക്കുക, കാണട്ടെ. വീട്ടിൽ മക്കളെ നേരെയാക്കാൻ ഒരു വടിവെട്ടി വെച്ചിട്ടുള്ള ഏതെങ്കിലും വാപ്പ, അവിടെയും പരാജയം. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? TV ഉള്ളവരൊക്കെ ഒന്ന് കൈവെക്കാൻ പറഞ്ഞാൽ ഇപ്പൊ പൊക്കുന്ന കാണാം. വെച്ചോ ബർക്കത്തിന്. ഉസ്താദ് ചൂരലൊന്നും വാങ്ങി വെക്കാൻ പറ്റത്തില്ല. TV 2-3-4 എണ്ണം ഉണ്ട്, മൊബൈലും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്, എല്ലാം ശരിയായി. അള്ളാഹു ബർക്കത്ത് ചെയ്യും. കാത്തിരുന്നോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി നീ പറ, നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി വരുത്തിയതിന്റെ കാരണം നീ തന്നെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ? അല്ലാതെ മോഡി അണ്ണനല്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മനസ്സിലായില്ലേ? നീ വിചാരിച്ചോ ആ ചങ്ങാതി എന്തിനാ കുറ്റം പറയണേ? എടാ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിന്റെ കുടുംബം ഇങ്ങനെ ആയത്. വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. 2, 5 നന്മ പറയും 5 വഖത്തിന്. 5 വഖത്ത് നിസ്കരിക്കുന്നവന് അള്ളാഹു തരുന്ന 5 പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. ആരും വാച്ചി നോക്കണ്ട. ഇപ്പോഴേ എത്ര ഇപ്പൊ സമയം? 11:45. എത്രയായോ? 10:40. ഞാൻ എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞു? 11:11 നിർത്താന്ന് പറഞ്ഞു. 10:45 നിർത്താന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് ടൈമായി. 10:45 നിർത്താന്നല്ലേ പറഞ്ഞേ? പറയറോ? ഇപ്പൊ 10:45. എന്ത് വേണം? നിർത്തണോ പറയണോ? നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം വേണമെന്നുള്ളവർ കൈപൊക്കിക്കേ. തത്തമ്മരെ എങ്ങനെ പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കിക്കോണല്ല. ഞാൻ പൈസ ചോദിക്കുമ്പോ ഈ ആത്മാർത്ഥത കാണണം കേട്ടോ. അപ്പൊ കുനിഞ്ഞിരിക്കരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈപൊക്കിക്കേ. നല്ല മരണം. അവിടെ ഇരിക്കേണ്ട പെണ്ണുങ്ങൾ ഇനിയിപ്പോ എന്നാ പറഞ്ഞാലും പൊക്കൂല. ഞങ്ങൾക്കൊന്നും വേണ്ട ഉസ്താദ്, നിങ്ങളൊന്ന് വയൽ നിർത്തിയാൽ മതി. അത് അവരുടെ ആഗ്രഹം, കുഴപ്പമില്ല. നല്ല മരണം വേണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു കത്തെഴുതി അയച്ചാൽ മതി, കിട്ടുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു കത്തെഴുതി കൊടുത്താൽ കിട്ടുമോ? ഉസ്താദെ, ഈ മദ്രസയുടെ 30 ലക്ഷവും ഞാൻ തരാം, വെള്ളിയാഴ്ച സുജൂദി കിടക്കുമ്പോ മരിക്കണം. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹു പറയുകയാ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ തരാം നല്ല മരണം. അള്ളാഹ് ചില ഉമ്മമാര് പറയും, ഉസ്താദെ എന്റെ ഉമ്മ വിളിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ വാപ്പ റമദാൻ 27-നാ ഉസ്താദെ മരിച്ചേ. പറഞ്ഞിട്ടാ വിചാരിക്കുക അള്ളാഹ് ഇവന് സ്വർഗം കൊടുക്കുന്നു.
നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച വാപ്പ രക്ഷപ്പെട്ട്, നിനക്ക് എന്നാ കിട്ടാനാ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഈ വെള്ളിയാഴ്ച മരിച്ചു കാണിക്കുക. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമടാ പൊന്നുമോര്. ആ ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറലാ ഇലാഹ ഇല്ലല്ലാഹ്, വിളിച്ചു പറയടാ ഹുബൈബ്, എന്റെ പൊന്നുമോനെ. കഴുകുമരത്തിൽ തൂക്കുകയറിന്റെ അകത്ത് ഹുബൈബ് കിടക്കുമ്പോ ആ മുഖത്തെ ചിരി കണ്ടിട്ട് ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയടാ പൊന്നുമോരി. അതുകൊണ്ട് നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ. വാപ്പാ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല. രോഗം പിടിച്ച് കിടന്നിട്ട് നീ നിസ്കരിക്കുന്നല്ലോ, ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ സഹാബ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണമല്ലോ. എങ്ങനെ നമസ്കരിക്കുന്ന വാപ്പാ നിനക്കാള് വേണ്ട, നിസ്കരിക്കുന്ന പെങ്ങള്, നിസ്കരിക്കുന്ന ഉമ്മ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. ഈ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാൽ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്റെ കൂടപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ ഒരാളും വേണ്ട. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കതാ റൂഹ് പിടിച്ചു, തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് മലക്കുകൾ കൊണ്ടുവച്ചു. ഇനി തൊണ്ടയിൽ നിന്ന് പിടിക്കാൻ പോവുകയാണ്. ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന അവസാന സമയം അതാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവാപ്പാ പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ പറഞ്ഞു തരും പെങ്ങളെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നമസ്കരിച്ച നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഇത് മൂന്നാമത്തെ പ്രതിഫലമാ, ഇത് മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലമെന്ത്? ഉപൈബദങ്ങൾ കഴുകുമരത്തിൽ കിടക്കുകയാണ്, മയ്യത്തടിക്കാൻ അനുവദിക്കുന്നില്ല. മയ്യത്ത് അവിടെ തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കുക, ഒരാളെയും അടുത്തു പോകാൻ വിടുന്നില്ല, കാവല് നിൽക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവേ അവിടെ കടന്നു പുഴുത്ത് നാറട്ടെ എന്ന് പറഞ്ഞു മയ്യത്ത് അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. ഒരു സഹാബി മുത്തുനബി ചോദിച്ചു, ആരാ? എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? ഒരു സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. ഈ സഹാബി ഇങ്ങനെ പോവാ. ഹുബൈബ് റളിയല്ലാഹു തആലാവിന്റെ മയ്യത്തഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു, ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു. അല്ലാഹുവേ, ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ ഓടി വരിക. ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചു, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരൂ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടിത്തരുവോ? ശത്രുക്കൾ ചോദിച്ചു, ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാണ്? ശത്രുക്കൾ ചോദിക്ക, ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? മണിക്കൂറുകളായി ഇവന്റെ തല നിനക്ക് എന്തിനാ? ഈ പെണ്ണു പറഞ്ഞു, അവന്റെ തല വെട്ടിപ്പൊളിച്ച് ആ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാൻ. പറഞ്ഞേ, ഇവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കണേ. ആരാ വെട്ടിത്തരുന്നത്? വെറുതെ വേണ്ട, ഇവന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും, എന്റെ കൂടെ കടന്ന് സുഖിക്കാനുള്ള അവസരമാണ്. അല്ലാഹുവേ, ഊരിപ്പിടിച്ച വാള് കൊടുത്തുകൊണ്ട് ഓടുക, ഊരിപ്പിടിച്ച വാളും എടുത്തുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല വെട്ടാൻ പോയതാ എല്ലാവന്മാരും കൂടെ.
ഈ സഹാബി പറയുന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നടക്കുന്നത് എന്താണെന്നൊന്ന് കാണണമല്ലോ. മരത്തിന്റെ മുകളിലോട്ട് കയറുമ്പോ ഈ വാളും പിടിച്ചു പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ട് ഓടുന്ന രംഗമാ കാണുന്നത്. എല്ലാണോ ജീവനും കൊണ്ടോടി, എന്താന്ന് പോലും അറിയില്ല, സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. ഈ സഹാബി കുറെ നേരം കഴിഞ്ഞ് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ മയ്യത്ത് തന്നെ കാണാനില്ല, മയ്യത്ത് പോലും കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ സംഭവം ഇങ്ങനെയൊക്കെയാണ്, മയ്യത്ത് പോലും കാണുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, എപ്പോഴേ മയ്യത്ത് കബറടക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കബറടക്കി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മരിക്കുന്ന സമയത്ത് അവസാനത്തെ മോഹം ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കിയത് ആരാടാ ചെറുപ്പക്കാരാ? നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്ന പൊന്നുമക്കളെ, ഒരു ദിവസം നിന്റെ വീട്ടുകാര് നിന്നെ താങ്ങിയെടുത്തു, വീടിന്റെ പുറകിൽ കൊണ്ട് കിടത്തി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ ചൂടുവെള്ളത്തിൽ നിന്നെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ഒന്നുപിടിപ്പിച്ചു. അവസാനം വീടിന്റെ അകത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുപോയി നിന്നെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ടല്ലോ സുഗന്ധം തേച്ച കുറച്ചു പഞ്ഞി എടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, എന്റെ വീട്ടുകാര് മുഴുവനും എന്നെ കുളിപ്പിച്ചു കൊണ്ടുപോയി വീടിന്റെ അകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് കുറച്ചു പഞ്ഞികൾ എടുത്ത് എന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെച്ചു. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് എന്നെ എടുത്തു പൊതിഞ്ഞിട്ടു മയ്യത്ത് കട്ടിലേക്ക് എടുത്തു മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ, നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ. നമസ്കരിക്കുന്ന വാപ്പാ, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളി തികയില്ലടാ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന്. ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ലടാ മോനെ. 5 വഖത്ത് നിസ്കരിച്ച ഉമ്മ, ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ല. കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. അത്രയ്ക്ക് തിരക്കാ, അത്രയ്ക്ക് തിരക്കാ. നിന്റെ മയ്യത്ത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എംപിയോ എംഎൽഎയോ വരുന്നത് കൊണ്ടല്ല. പിന്നെ പള്ളിയും പരിസരവും നിറയാനുള്ള കാരണം എന്തെന്നറിയോ? വരുന്നതാരെന്നറിയോ? നമസ്കരിക്കുന്നവരുടെ മയ്യത്ത് കബറടക്കാൻ വരുന്നതാരെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം കാണാത്ത, പാപം പറയാത്ത, പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വരുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ 70,000 മലക്കുകള് ഈ പള്ളിയും പരിസരവും നിറയുകയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്നെ കബറടക്കാ. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. വെറുതെ മരിച്ചാ പോരാ, മരിക്കുമ്പോഴും VIP ആയിട്ട് മരിക്കണമടാ ചെറുപ്പക്കാരാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
അതിനാണ് മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. ഉറങ്ങല്ലേ പെങ്ങള്, ഉറങ്ങല്ലേ ഉമ്മ. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. 2 നല്ല മരണമാ. 3 മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. 4ാമത്തെ പ്രതിഫലമെന്ത്? 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് കബറടക്കാൻ വരികയാണ്. ഉപൈബദങ്ങളെ കബറടക്കിയത് മലക്കുകളായിരുന്നു. 5ാമത്തെ പ്രതിഫലമെന്ത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ ഞങ്ങൾക്കൊരു നല്ല മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, കൈകെട്ടിയിരിക്കല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ഹദീസ് നിനക്ക് ഓർമ്മ വരട്ടെ, മുത്തുനബി പറഞ്ഞ ഹദീസ് ഓർമ്മ വരട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോക്കോ. ആ സമയത്ത് 1000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതാ. 2 കിഡ്നിയും തകർന്നു പോയി. മാറ്റിവെക്കാം 30-35 ലക്ഷം രൂപയാണ്. ആ സമയത്ത് 500 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു ദുആ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതല്ലേ. അസ്സദഖത്തു റത്തുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നിന്റെ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ ഇടണ്ട. ഒരു 10 രൂപ ഇഖ്ലാസോട് കൂടിയിട്ടാ നിന്റെ ക്യാൻസർ മാറുമല്ലോ, നിന്റെ കിഡ്നിയുടെ രോഗം മാറുമല്ലോ, നിന്റെ സർവ്വ രോഗങ്ങളും മാറുമല്ലോ, സർവ്വ സിഹറുകളും പോകുമല്ലോ, സർവ്വ മുസീബത്തുകളും പോകുമല്ലോ, സർവ്വ ദുരന്തങ്ങളും പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖയെടുക്ക്, ഒരു സദഖയെടുക്ക്. എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മനസ്സ് മറക്കരുത്, ഒരാളും മടി കാണിക്കരുത്. ഒരു സദഖ എടുക്കടാ പൊന്നുമോനെ. എടാ ആക്സിഡന്റ് പറ്റിയ കൈകാലുകൾ മുറിച്ചു കിടക്കുന്ന അവസ്ഥ പരിതാപകരമാ. അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു അപകടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടാ അല്ലാഹ് നിന്നെ രക്ഷിക്കപ്പെടാ. ചെറുപ്പക്കാരാ, നൊന്തു പ്രസവിച്ച മക്കളുടെ മയ്യത്ത് കാണുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമാ. ഒരു ഉമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത പ്രയാസമാ. പടച്ചവര് അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ 10 രൂപയ്ക്ക് കഴിയും പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടോ. കരുണക്കടലായ അല്ലാഹ് ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യുന്നവര് നീ കൈവിടല്ലേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് കൈകെട്ടിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളതിൽ പങ്കുകൊടുക്കുക, ഉള്ളതിൽ പങ്കുകൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ വന്നിട്ട് വീട് വിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ 10 രൂപ കൊടുത്ത് ആ രോഗം അങ്ങ് ശിഫയാക്കുന്നതിലല്ലേ. കിഡ്നിയുടെ രോഗം മാറ്റാൻ, നിന്റെ ശരീരത്തിലെ മുഴ മാറാൻ, ട്യൂമർ മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും വിട്ടിട്ട് അല്ലാഹുവേ ഈ ബർക്കത്ത് കൊണ്ട്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയാക്ക്, എന്റെ എല്ലാ മുസീബത്തുകളും
ആപത്തുകളും മാറ്റിത്ത മനസ്സറിഞ്ഞിട്ട് സദഖ ചെയ്യ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തന്നെ തിരഞ്ഞെടുക്കട്ടെ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നിസ്കാരം സുജൂദുകൾ അധികരിപ്പിക്കും, സുജൂദുകൾ അധികരിപ്പിക്കും. ഫർദ് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്. ഇല്ല, സുന്നത്ത് നമസ്കരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ എന്തിനാ പിന്നെ അള്ളാഹ് അത് വെച്ചിരിക്കണേ? നിസ്കരിക്കാനല്ലേ. സുന്നത്തുകൾ പിന്നെ എന്തിനാ? നമസ്കരിക്കാനാ. അത് ഉസ്താദിനും പള്ളിയിലെ മുഅദ്ദിനും പ്രായമുള്ളവർക്കുള്ളതല്ല, എല്ലാത്തിനും നിസ്കരിക്കാനുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദ് സുന്നത്തല്ലേ ഉസ്താദ്? എന്റെ സുന്നത്ത് നിനക്ക് അത്ര ചെറുതായി പോയോ? സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്ര കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി? ഒരു സുന്നത്ത് നമസ്കരിച്ച 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കാരത്തിന്. നിസ്കരിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ചിലര് പൊക്കൂല, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് കരുതിയിട്ടല്ല. ഇന്നിന് നിസ്കരിക്കാൻ പറ്റൂല, നാളെയേ പറ്റൂ. ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇനി നാളെയെ നിസ്കരിക്കാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ, നിസ്കരിക്കോ, നിസ്കരിക്കോ. ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്ക, ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്കയുടെ പേരെന്താ? ഇസ്മായിലിക്ക. ഇങ്ങോട്ട് നോക്കിക്കേ. ഇസ്മായിലിക്കായ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. ഇസ്മായിലിക്കാടെ മോളെ കെട്ടിക്കാനോ വീട് കെട്ടാനോ അല്ലല്ലോ, സമാധാനത്തിൽ നിന്ന് മേടിച്ചിട്ട് പോ. അവിടെ നിക്ക് 2 മിനിറ്റ് എടുത്തിടട്ടെ. അങ്ങനെയെങ്കിൽ അവനൊന്ന് സ്വർഗത്തിൽ പോട്ടെ നിങ്ങളെ കൊണ്ട്. ഇൻഷാ അല്ലാഹ് സമാധാനത്തിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇസ്മായിലിക്കായ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിക്കോ? കേട്ടിട്ട് തീരുമാനിക്കും, നിസ്കരിക്കണോ വേണ്ടയോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുന്നത്ത് നിസ്കാരം ഉണ്ട്. മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നത്ത് നമസ്കാരം ഉണ്ട്. 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എത്ര റക്അത്ത്? 6 റക്അത്ത്. 2 2 2. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ് ഫലക് നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 2 2 ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ചെറുപ്പക്കാര് വിചാരിച്ചിരിക്കുന്നത് ഈ വാപ്പ എന്താ തറാവി നിസ്കരിക്കണമെന്ന് ചോദിക്കാറില്ല. ഇപ്പത്തെ തലമുറ നിസ്കരിക്കൂല, ഇപ്പത്തെ ആൾക്കാർ നിസ്കരിക്കൂല. പഴയ ആൾക്കാർ മുഴുവനും മുടങ്ങാതെ നിസ്കരിക്കും അവ്വാബി നമസ്കാരം. ആ നിസ്കാരം നിസ്കരിച്ച 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? എന്നെങ്കിലും ഒരിക്കൽ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ വയല് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹു എനിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിസ്കാരം അധികരിപ്പിക്ക്, സുന്നത്തുകൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി 4 കാര്യമുണ്ട്. ഇനി 4 കാര്യമുണ്ട്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നാലും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് അള്ളാഹു അവസരം നൽകിയാൽ ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടി ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യണം, പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണുന്ന മദ്രസ അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു മദ്രസ. 1,30,00,000 രൂപ ചെലവഴിച്ചിട്ടായി ഈ മദ്രസ പണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ 30 ലക്ഷം രൂപ കടത്തില. ഇവിടെ ക്ലാസ് തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 30 ലക്ഷം രൂപ കടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസയുടെ കടം വീട്ടാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനൊന്ന് കടം കൊടുക്കാൻ പറ്റുമോ? വേറെ ആർക്കും കൊടുക്കണ്ട, കമ്മിറ്റിക്കാർക്ക് കൊടുക്കണ്ട, അള്ളാഹുവിന് കടം കൊടുക്കാൻ പറ്റുമോ? അള്ളാഹിക്ക് കടം കൊടുത്താൽ അള്ളാഹു പകരം സ്വർഗം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാ, എനിക്കാരെങ്കിലും കടം തരുമോ? എനിക്കാരെങ്കിലും കടം തരുമോ? ഞാൻ സ്വർഗം തരാം. ഈ കാണുന്ന മദ്രസ, ഈ മദ്രസയുടെ ഈ പണിയിപ്പിക്കുന്ന ഈ മദ്രസ ഒരു കമ്മിറ്റിക്കാരന്റെയും കുടുംബ സ്വത്തല്ല, ഇത് വഖഫ് സ്വത്താ. അള്ളാഹുവിന്റെ പള്ളിയുടെ അല്ലേ വഖഫ്, പള്ളിയുടെ സ്വത്താ. അള്ളാന്റെ വീട്, അള്ളാടെ ഈ കാണുന്ന ഭൂമി, ഇതിന്റെ അധികാരം പറഞ്ഞു ഒരുത്തനും ഇവിടെ വരാൻ പറ്റൂല. ബാബരി മസ്ജിദൊക്കെ വന്നതുപോലെ വരാൻ പറ്റുമോ നിങ്ങൾ വിചാരിച്ച? നമുക്കൊക്കെ ബാബരി മസ്ജിദ് പോയപ്പോ അല്ലോ ഇത് കൊണ്ടുപോയെന്ന്. ഇവിടെ തന്നെയല്ലേ ജീവിക്കണേ? കാണാം, നമ്മൾ ഇവിടെ തന്നെയല്ലേ, നമുക്ക് കാണാം. അള്ളാടെ ഭൂമി അള്ളാഹ് ആർക്കാ കൊടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാനാ അള്ളാഹ് പറഞ്ഞു. ഈ കത്തണ എന്തിനെന്നറിയോ? ഈ കത്തണത് ആദ്യം വന്നിട്ട് പടച്ചവനെ മുത്തലാഖ്, തലാഖിൽ കൈവച്ചു, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ കൈവച്ചു, പെണ്ണുങ്ങളെ പള്ളിക്കകത്ത് കയറ്റണമെന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കുന്നു. ബാബരി മസ്ജിദ് എടുത്തോട്ടെ, നമുക്കെന്താ എടുത്തോട്ടെ. പക്ഷേ ആളുന്നത് അണയാനാണെന്നുള്ളതാ, അതാരും മറന്നു പോകരുത്. ആളണ തീ പെട്ടെന്ന് അണയും, പതുക്കെ കത്തണ തീ നല്ലതുപോലെ കത്തും. ഇത് വെറുതെ പറഞ്ഞതല്ല. ആളുന്നത് മോനെ അല്ലാഹ് അങ്ങ് പന പോലെ വളർത്തും. അല്ലാരെന്നറിയോ? പന പോലെ വളർത്തും. കൊണ്ടുപോയി 50-ാം നിലയുടെ മുകളിൽ നിന്ന് ഒരൊറ്റ ഇടല. ആ ഇടല് കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് കാണാൻ ചങ്ങാതിമാരെ, അള്ളാഹിന് വേണ്ടി അള്ളാഹിന്റെ ഭൂമി പടച്ചവനറിയാം, അള്ളാഹിക്കറിയാൻ. നോക്കാൻ നമ്മൾ ബേജാറാവണ്ട, മിണ്ടാതെ ക്ഷമിച്ചിങ്ങനെ നടന്നാ മതി. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ കാണുന്നത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഇത് അള്ളാന്റെതാ, ഇത് വഖഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾക്കറിയാം, വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അതിന്റെ ഒരു സൈഡ് മുഴുവനും തകർന്നുപോയി. അവസാനം എങ്ങനെയെങ്കിലും അതിന്റെ പണിയൊന്ന് ക്ലിയർ ആക്കണമെന്ന് കരുതിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും മറിച്ചിട്ടെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, കടത്തിലാണെങ്കിലും ഈ മദ്രസ കെട്ടിവെച്ചിരിക്കുകയാ. ഇനി ഈ കടം വീട്ടേണ്ട ബാധ്യത നിങ്ങളുടേതാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 30 ലക്ഷവും നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലൊക്കെ കാണും, അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കടം വീട്ടുന്നതിന് വേണ്ടി പടച്ചവനെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? പെങ്ങളെ, ഈ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എപ്പം കൊടുക്കാനാ? പടച്ചവനെ, ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ പിന്നെ ഈ ഭൂമിയിൽ നിനക്കൊരു സ്ഥലത്തും വസ്തു വാങ്ങാൻ അവകാശമില്ല, വിൽക്കാൻ അവകാശമില്ല. നീ സമ്പാദിച്ചു വെച്ചത് മുഴുവനും ഗവൺമെന്റ് ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ സർവ്വതും എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് പലരും കിനാവ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. പക്ഷേ ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും എടുത്തുകൊള്ളട്ടെ. പക്ഷേ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ ചെറുപ്പക്കാരാ? പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകുമ്പോ അവസാനം ഇവിടത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ 6 അടി മണ്ണിന്റെ അകത്ത് നിന്നെ കൊണ്ടിറക്കി വെക്കുമല്ലോ. അല്ലാഹുവേ, ഇന്നും ഞാൻ ജുമാ നമസ്കാരം കഴിഞ്ഞു. പടച്ചവനെ, എനിക്ക് എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയി അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ അവിടെ ഒരു ഖബർ കുടിച്ചിട്ടിരിക്കുന്നു. അല്ലാഹ്
പടച്ചവനെ എന്നെ വല്ലാതെ സ്നേഹിച്ചൊരു പിതാവിന്റെ മക്കള് പറഞ്ഞു, ഉസ്താദെ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യാൻ. ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ട് വരുമ്പോ ആ പള്ളിക്കാട്ടിൽ ഒരു ഖബർ കുഴിച്ചിട്ടിരുന്നു. ഞാൻ ഇന്ന് അതിനകത്ത് ഇറങ്ങി. ഇന്ന് ഞാൻ ആ ഖബറിന്റെ അകത്ത് ഇറങ്ങി. കാരണം മുത്തുനബി പറഞ്ഞു, ഖബർ സിയാറത്ത് ചെയ്, അത് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഞാൻ ഇങ്ങനെ നിന്ന് പടച്ചവനെ ആ കുഴിച്ചിട്ടിരുന്ന ഖബറിന്റെ അകത്ത് ഞാനൊന്ന് ഇറങ്ങി നിന്നു. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ.